അനുഗ്രഹത്തിൻ്റെ ചുറ്റോളങ്ങളിൽ തിന്മയ്ക്കു തിന്മയോ നിന്ദനത്തിനു നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണല്ലോ നിങ്ങൾ. 1 പത്രോസ് 3:9. ഈയിടെ ഞാൻ ഒരു വീട്ടിൽ പോയി. വീട്ടമ്മ കണ്ണീരോടെ എന്നോട് പറഞ്ഞു, എൻ്റെ സിസ്റ്ററെ, എൻ്റെ മോൾക്ക് 25 വയസ്സായി. നല്ല കല്യാണ കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ എൻ്റെ അയൽപ്പക്കക്കാർ പലതും പറഞ്ഞ് അത് മുടക്കുകയാണ്. എന്തൊക്കെയാണ് അവർ പറയുന്നത്? ഞങ്ങൾ അറിയാത്തതും ചിന്തിക്കാത്തതും ഇപ്പോഴും അവർ പറയുന്നു. നിങ്ങൾ അവരുമായി വഴക്കാണോ? സംസാരം മുന്നോട്ട് നീങ്ങിയപ്പോൾ അവർ തമ്മിൽ പിണക്കമാണെന്നും പരസ്പരം സംസാരിച്ചിട്ട് നാളുകളായെന്നും മനസ്സിലായി. ഞാൻ അവരോട് പറഞ്ഞു, 40 ദിവസം അനുഗ്രഹ പ്രാർത്ഥന ചൊല്ലുക, അവരെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ദൈവം അറിയാതെ ഒരു കല്യാണവും മുടങ്ങുകയില്ല. നിങ്ങളുടെ മകൾക്ക് ഏറ്റവും നല്ല ഒരു കല്യാണ കാര്യം വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിരുപാധികം ക്ഷമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തീർച്ചയായും ദൈവം നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കും. മിനി നല്ല കുട്ടിയാണ്. ഡിഗ്രി കഴിഞ്ഞപ്പോൾ തുടങ്ങി ഏകദേശം 5 കൊല്ലമായി കല്യാണം ആലോചിച്ച് നടക്കുന്നു. അനുഗ്രഹ പ്രാർത്ഥനയുടെ പ്രത്യേകതയും അതുകൊണ്ടുള്ള ഗുണങ്ങളും പറഞ്ഞു ബോധ്യപ്പെടുത്തിയതിനു ശേഷം ഞങ്ങൾ ഒന്നിച്ചു സമാധാനമായി പിരിഞ്ഞു. 3 ആഴ്ച കഴിഞ്ഞപ്പോൾ അമ്മച്ചി ഫോൺ ചെയ്തു. സിസ്റ്റർ, നല്ലൊരു കല്യാണകാര്യം വന്നിട്ടുണ്ട്. കല്യാണം നടക്കാൻ പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, നിങ്ങൾ ക്ഷമിച്ചു പ്രാർത്ഥിക്കുന്നില്ലേ? അമ്മച്ചി പറഞ്ഞു, ഞങ്ങൾ പരസ്പരം സംസാരിക്കും. വെറുപ്പില്ല. മുഴുവനായിട്ടില്ല എന്നറിയാം. സിസ്റ്റർ പറഞ്ഞതുപോലെ നിരുപാധികം ക്ഷമിക്കാനും സ്നേഹിക്കാനും സാധിച്ചിട്ടില്ല. പരിശ്രമിക്കുന്നുണ്ട്. അധികം വൈകിയില്ല. കല്യാണം കഴിഞ്ഞു. ചെറുക്കനും പെണ്ണും എന്നെ കാണാൻ വന്നു. ആങ്ങളയും പെങ്ങളും പോലെ ഇരിക്കുന്നു. അവന് നല്ല ജോലിയുമുണ്ട്. വന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല കല്യാണകാര്യമാണിതെന്ന് ഒറ്റ നോട്ടത്തിൽ പറയുവാൻ കഴിയും. ദൈവത്തിന് സ്തുതി. ആർക്കും ആരെയും കുറിച്ച്, പ്രത്യേകിച്ച് നമ്മെ വേദനിപ്പിച്ചവരെ കുറിച്ച് നന്മ പറഞ്ഞ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ എളുപ്പമല്ല. പക്ഷേ നിരന്തര പരിശ്രമത്തിലൂടെ ഇവയേക്കാൾ വലുതും നേടാൻ നമുക്ക് കഴിയും. എന്നെ ശക്തനാക്കുന്ന യേശുവിനിലൂടെ എല്ലാം ചെയ്യുവാൻ എനിക്ക് കഴിയും. ഫിലിപ്പി 4:19. കോഴിക്കോട് സ്വദേശിനിയായ റിയ രാജൻ ഇരുകരങ്ങളുമില്ലാതെ +2 ഉന്നത മാർക്കോടെ പാസ്സായത് നാം പത്രത്തിൽ വായിച്ചില്ലേ? കാൽവിരലുകൾക്കിടയിൽ പേന തിരുകി വെച്ച് ഏറെ കഷ്ടപ്പെട്ടാണ് അവൾ എഴുതാൻ പഠിച്ചത്. ചെറിയ വീടിൻ്റെ തിണ്ണയിൽ വിളക്ക് കത്തിച്ചു വെച്ചായിരുന്നു പഠനം. എന്നാൽ പ്രതിസന്ധികളെ കരുത്തോടെ നേരിട്ടപ്പോൾ റിയയുടെ വിജയത്തിന് തിളക്കമേറി. സാഹചര്യങ്ങളെ അതിജീവിക്കുന്നവരാണ് വലിയവരാകുന്നത്. നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്നു നന്മ പുറപ്പെടുവിക്കുന്നു. ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്നു തിന്മ പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണല്ലോ അധരങ്ങൾ സംസാരിക്കുന്നത്. വിശുദ്ധ ലൂക്ക 6:45. ചത്തുകിടക്കുന്ന പട്ടിയിൽ ഗുരു കണ്ടത് അതിൻ്റെ മനോഹരമായ വെളുത്ത പല്ലുകളാണ്. എന്നാൽ മറ്റുള്ളവർ ചീഞ്ഞഴുകിയ ദുർഗന്ധം വമിക്കുന്ന ശരീരത്തെയും. എല്ലാവരിലും എല്ലാത്തിലും നന്മ ചിന്തിക്കുവാനും നന്മ കാണാനും നന്മ സംസാരിക്കാനും നന്മ പ്രവർത്തിക്കാനും നാം ആരംഭിക്കുമ്പോൾ നന്മ സ്വരൂപൻ നമ്മിൽ വസിക്കും. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങളും അവർക്ക് ചെയ്യുവിൻ. വിശുദ്ധ മത്തായി 7:12. കൊടുക്കുവിൻ, നിങ്ങൾക്ക് കിട്ടും. അമർത്തി കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും. എന്തെന്നാൽ നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളക്കപ്പെടും. വിശുദ്ധ ലൂക്ക 6:38. നാം കൊടുക്കുന്നതാണ് തിരിച്ചു കിട്ടുക എന്ന സത്യം നാം ഒരിക്കലും വിസ്മരിക്കരുത്. സ്നേഹം കൊടുത്താൽ സ്നേഹം കിട്ടും. അനുഗ്രഹം കൊടുത്താൽ അനുഗ്രഹിച്ച് അനുഗ്രഹമായി മാറും. ശാപം കൊടുത്താൽ ശാപം തിരിച്ചു കിട്ടും. ഉൽപ്പത്തി 12:3 ദൈവം അബ്രാഹത്തോട് പറഞ്ഞു, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. അങ്ങനെ നീ അനുഗ്രഹമായിരിക്കും. അനുഗ്രഹിച്ചു കൊണ്ടാണ് അനുഗ്രഹം അവകാശമാക്കുന്നത്. തിന്മ പ്രവർത്തിക്കുന്നവരെ കാണുമ്പോൾ അനുകമ്പയോടെ അവരെ അനുഗ്രഹിക്കുക. എൻ്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുന്നുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി തീരും. വിശുദ്ധ മത്തായി 5:45. എല്ലാറ്റിലും എല്ലാവരിലും നന്മ കാണുക ഒരു കലയാണ്, അഭ്യാസമാണ്. അത് ആർജിച്ച് സ്വന്തമാക്കേണ്ട പുണ്യമാണ്. വിശുദ്ധ പത്രോസ്ലീഹ പറയുന്നു, ജീവിതത്തെ സ്നേഹിക്കാനും നല്ല ദിവസങ്ങൾ കാണാനും ആഗ്രഹിക്കുന്നവൻ
തിന്മയിൽ നിന്ന് തൻ്റെ നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് തൻ്റെ അധരങ്ങളെയും നിയന്ത്രിക്കട്ടെ. 1 പത്രോസ് 3:10. സാഹചര്യമോ സാമ്പത്തികമോ അല്ല നമ്മുടെ വിജയപരാജയങ്ങൾക്ക് കാരണം, മറിച്ച് നമ്മുടെ മനോഭാവമാണ്. മനോഭാവങ്ങളെ നന്മയിലേക്ക് തിരിക്കുക. വിജയത്തിലേക്കുള്ള കൈചൂണ്ടി തെളിയുകയായി അവിടെ. കൗൺസിലിംഗ് ആവശ്യമുണ്ടെങ്കിൽ സിസ്റ്ററിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.